Good morning, dear students. Today we'll be dealing with the chapter Chemical Happiness and the Meaning of Life. You will find a kind of indifference or maybe a kind oxymoron kind of effect in the word chemical happiness because we generally don't associate happiness with the word chemical. Happiness is usually connected with social factors, external factors, or something associated with our mind or psychology, etc. But here in this chapter, happiness is being connected with biochemical substances in our body, and the chapter also deal with the meaning of our life, how happiness is connected, how we generate meaning of our life. നമുക്ക് ചാപ്റ്റർ നോക്കാം. In a society, in a set of people, there are two group of scientists. One is social scientist and the other is biologist. Social scientists and biologists gave the same set of questionnaires to the people in the society, to a set of people, and they asked them to fill the questionnaire. The questionnaire was about the subjective well-being of the people, that is ആൾക്കാരുടെ മനസ്സമാധാനം, അതാണ് സബ്ജക്റ്റീവ് വെൽബീയിങ് എന്ന് പറയുന്നത്. ഹാപ്പിനെസ് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഹാപ്പിനെസ് സ്റ്റേജ് എങ്ങനെയാണെന്നുള്ളതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ എന്താ പറയുന്നത് ഈ ക്വസ്റ്റനെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദേ കളക്റ്റഡ് ബാക്ക് ദ ക്വസ്റ്റനെയർ ആൻഡ് അനലൈസ് ദ ക്വസ്റ്റനെയർ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് ഫീൽഡ്. അതായത് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ അനലൈസ് ചെയ്തിട്ടുള്ളത് ഹാപ്പിനെസ് ഈസ് ഡിപ്പെൻഡബിൾ ഓൺ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സാമൂഹികപരമായിട്ടുള്ള എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ, ബയോളജിസ്റ്റുകളുടെ ഒരു കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കണക്ട് ചെയ്തിരുന്നത് ബയോകെമിക്കൽ ഫാക്ടേഴ്സിനോടാണ്. അതായത് നമ്മുടെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ്, അതുപോലെ ബയോകെമിക്കൽ സബ്സ്റ്റൻസസിനോട് ആണ് അവർ സ്റ്റഡിയിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ആർ ഫോക്കസിങ് ഓൺ ദി സെക്കൻഡ് പാർട്ട്. നമ്മൾ യൂഷ്വലി മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇസ് റൈറ്റ് എന്നാണ്. അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ട്, അതായത് ബയോളജിസ്റ്റുകളുടെ റിലേഷൻ വിത്ത് ഹാപ്പിനെസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഹൗ ബയോകെമിക്കൽ സബ്സ്റ്റൻസസ് ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ് അഫക്റ്റ് അവർ ഹാപ്പിനെസ്. ബയോളജിസ്റ്റുകൾ പറയുന്നത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തും ഇമോഷണൽ ഹെൽത്തും കംപ്ലീറ്റ്ലി ഡിഫൈൻ ചെയ്യുന്നത് നമ്മളുടെ ബയോകെമിക്കൽ മെക്കാനിസമാണ്. നമ്മളുടെ ന്യൂറോൺസും നെർവ്സും സിനാപ്സിസും സിഗ്നൽസും ഒക്കെയാണ്. അതേസമയം സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നതോ എക്സ്റ്റേണൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള സാലറി, സോഷ്യൽ റിലേഷൻസ് ഒക്കെയാണ് നമ്മളുടെ സബ്ജക്റ്റീവ് വെൽബീയിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ബയോളജിസ്റ്റ് 3 ബയോകെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ ജനറലി കൺട്രോൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് യു ഹാവ് ടു റിമെമ്പർ ദിസ് വെരി ക്ലിയർലി. ഓക്സിറ്റോസിൻ, ഡൊപ്പാമിൻ ആൻഡ് സെറോട്ടിനിൻ എന്ന് പറയുന്ന 3 കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ നിയന്ത്രിക്കുന്നതെന്നാണ് അവരുടെ ഒരു കണ്ടുപിടുത്തം. അക്കോർഡിംഗ് ടു ദി ഓതർ ഇസ് യുവാൽ നോഹ ഹരാരി. ഹരാരിയുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ഡയറക്റ്റ്ലി ഹാപ്പി. അതായത് നമുക്ക് ഇപ്പോൾ തോന്നുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇഫ് വി വിൻ എ ലോട്ട് ഓഫ് മണി, ബൈ എ കാർ, ഹാവ് എ പ്രോപ്പർ ജോബ്, വിൽ ബി ഹാപ്പി ഫ്രം ദെയർ ആഫ്റ്റർ. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ഗാഡ്ജറ്റ് വാങ്ങിച്ചാലോ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സ്ഥലത്ത് പോയാലോ വി ഡോണ്ട് റിമെയിൻ ഹാപ്പി ഫോർ എവർ. അതൊരു ട്രിഗർ പോയിൻ്റ് ആക്കിയേക്കാം. പക്ഷേ നമ്മളുടെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ മൂഡെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും കുഴപ്പമില്ല എന്ന് പറയുന്നതായിരിക്കും. ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആ ബയോകെമിസ്ട്രി. അല്ലാതെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യം കൊണ്ട് നമ്മളുടെ മൂഡ് ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതേസമയം എന്താണ് നമ്മളുടെ മൂഡ് സ്വിങ്സിനെ ഡീൽ ചെയ്യുന്നത്, നമ്മളെ ഹാപ്പിനെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, ഹൗ ഹാപ്പിനെസ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ശരീരത്തിനുള്ളിലെ കെമിക്കൽ ഫാക്ടേഴ്സാണ്. ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ജനറലി നിങ്ങളുടെ ഹാപ്പിനെസ് ലെവലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ടു ഹൈ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കില്ല എപ്പോഴും, ആൻഡ് നോട്ട് ടു ലോ. ഇതാണ് ജനറലി ഒരു ഹ്യൂമൻ സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ചെറിയ മാറ്റങ്ങളുണ്ടാവും, ആളുകൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ചാപ്റ്ററിൽ വലിയൊരു കമ്പാരിസൺ വരുന്നത് ഹ്യൂമൻ ബയോകെമിസ്ട്രിയെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനോടാണ്. അതായത് ഒരു AC, ഓരോ റൂമിലും ഓരോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തൊക്കെയാണെന്ന് വിചാരിക്കുക. ഒരു റൂമിൽ 28, ഒന്നിൽ 25, ഒന്നിൽ 26, ഒന്നിൽ 23, 18, ഇങ്ങനെ ഒരു വീട്ടിൽ പല റൂമുകൾ, സെൻട്രലൈസ്ഡ് AC അല്ല, ഓരോ റൂമിൽ ഓരോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുകയെന്ന് വയ്ക്കുക. അതുപോലെയാണ് ഓരോ മനുഷ്യരും. ദേ ഹാവ് എ സെറ്റ് മൂഡ്.
ജനറലി അവരുടെ ഒരു സബ്ജക്റ്റീവ് വെൽബീങ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഓരോ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത റൂം പോലെയാണ്. അതങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എവറി പേഴ്സൺ. അതുകൊണ്ടാണ് ഒരേ ഇൻസിഡൻറ്റിനോട് പല ആളുകൾ പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടും, ചിലർ നല്ല ക്ഷമയുള്ള ആളുകളായിരിക്കും, ചിലർ ദേ വോണ്ട് മൈൻഡ് ഇറ്റ്. അതുപോലെ എക്സാം വരുന്ന സമയത്ത് ആളുകൾ പല രീതിയിൽ എക്സാമിനെ ട്രീറ്റ് ചെയ്യുന്നതും ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഈ പുറത്തുള്ള ഹീറ്റോ റെയിനോ അല്ലെങ്കിൽ എന്താ പറയുക എക്സസീവ് വിൻഡോ എന്നും ടെമ്പറേച്ചർ, അതായത് ഉള്ളിലുള്ള AC റൂമിനെ വലുതായിട്ട് എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പുറത്തുള്ള ഇൻസിഡൻസും ആളുകളെ ഒരു പരിധിയിൽ കൂടുതൽ അഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. അഫക്റ്റ് ചെയ്യും, പക്ഷേ ഒരു പരിധി വരെ. അപ്പോൾ അതാണ് വെൻ യു തിങ്ക് ഹൗ എ പേഴ്സൺ റിയാക്ട്സ് ടു ഡെത്ത്, സവൺ ക്ലോസ് ടു യു പാസ്ഡ് അവേ. അപ്പോൾ ആ ഒരു കാര്യത്തിനോട് 10 ആൾ 10 രീതിയിലാണ് റിയാക്ട് ചെയ്യുക. സം ആർ വെരി കാം ആൻഡ് എൻഡ്യൂറിങ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുക. അവർ they might have an ocean inside but they have their way of dealing. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് എന്താ പറയുക ബഹളം ഉണ്ടാക്കുകയും പിന്നെ ഓർമ്മയില്ലാണ്ടാവുകയും അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ടാവുന്ന കേസസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദാറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഹൗ ദേ ഡീൽ വിത്ത് എ പെർട്ടിക്കുലർ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ റൂം ഓരോ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെയാണ് 25 ഡിഗ്രി 20 ഡിഗ്രി. ലൈക്ക്വൈസ് പീപ്പിളുടെ ആൾക്കാരുടെ ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് ഓരോ ആളുകളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സം പീപ്പിൾ ഗെറ്റ് ആംഗ്രി ഫാസ്റ്റ്, സം പീപ്പിൾ ആർ ഇമോഷണൽ, സം ആർ ലെസ് ഇമോഷണൽ എന്നൊക്കെ പറയുന്നതിന് ജനറ്റിക് ആൻഡ് നാച്ചുറൽ റീസൺസ് തന്നെ, ബയോകെമിക്കൽ റീസൺസ് തന്നെ പ്ലെൻറ്റി ഇനഫ് ഉണ്ട്. സം ആർ ഗ്ലൂമി, സം ആർ കാം, some are depressed by silly things, some are എന്താ പറയുക some go through very tough situations very calmly. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. സം പീപ്പിൾ ആർ എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിരിക്കും ഏത് സിറ്റുവേഷനിലും. പറയാത്തൊരു നാട്ടിലെത്തിപ്പെട്ടു, കയ്യിലുള്ള പൈസ മൊത്തം പോയി, ആൻഡ് ദേ ആർ ഡയഗ്നൈസ്ഡ് വിത്ത് ഡയബറ്റീസ് ഓർ സംതിങ്. ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അതേസമയം ചില ആൾക്കാർക്ക് എല്ലാവിധ മെറ്റീരിയലിസ്റ്റിക് പൊസഷൻ കൊടുക്കുക, ആൻഡ് ദേ ഡിസ്കവർ ഓൾ ദ ബ്യൂട്ടിഫുൾ തിങ്സ് ഇൻ ലൈഫ് ഇൻ എ സിംഗിൾ ഡേ. എന്നാലും അവർ ഡിസ്ഗ്രണ്ടിൽഡ് ആയിരിക്കും. ദേ വോണ്ട് ബി ഹാപ്പി, ദേ മൈറ്റ് ബി ഇൻ എ കൈൻഡ് ഓഫ് സ്റ്റേറ്റ് ഓഫ് ഡൗട്ട്. അങ്ങനെ അവർ നിൽക്കലുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഡിഫറൻസാണ് നിൽക്കുന്നത്. ഓരോ ആളുകളും തമ്മിലുള്ള മാറ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഷുവർലി ഡിപ്പെൻഡൻ്റ് ഓൺ യുവർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. പിന്നെ ഈ മെറ്റീരിയൽസ് തിങ്ങിനോട് ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് ഹാപ്പിനെസ്, ബട്ട് ദാറ്റ് ഓൺലി ആക്ട് ആസ് എ വെരി ട്രിഗറിങ് പോയിൻറ്റ് ദാറ്റ് ലാസ്റ്റ് ഫോർ എ വെരി ഷോർട്ട് എന്താ പറയുക ടൈം പീരീഡ്, ആൻഡ് യു ഗെറ്റ് ബാക്ക് ടു യുവർ നോർമൽ എന്താ പറയുക state. And then a very important misconception that is being dealt with along with this theory is that മാരീഡ് ആയിട്ടുള്ള ആളുകൾ ആണ് കൂടുതൽ സന്തോഷമുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദാറ്റ് ഇസ് എ മിസ്കൺസെപ്ഷൻ. കാരണം ജനറലി നമ്മൾ ലോകത്തിലെ ഒരു അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിൽ മാരീഡ് പീപ്പിൾ ആർ മോർ സെറ്റിൽഡ് ആൻഡ് ഹാപ്പിയർ ആൻഡ് കാമർ ദാൻ ദോസ് പീപ്പിൾ ഹു ആർ സിംഗിൾ, ഡിവോഴ്സ്ഡ് എക്സെട്ര. ഇത് ശരിയാണ്. പക്ഷേ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഹാപ്പിനെസ് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. നേരെ തിരിച്ചാണ്. വെൻ വി ആർ സെറ്റിൽഡ് ഇൻ അവർ ലൈഫ്, വെൻ വി ആർ കാം, വെൻ വി ആർ റെഡി ഫോർ മാരേജ്, ഇഫ് വി ഗെറ്റ് മാരിഡ് ആൻഡ് ഇഫ് വി ആർ മാരിഡ് ടു ദ റൈറ്റ് പേഴ്സൺ വിൽ ബി ഹാപ്പി. അതൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ബെറ്റർ സ്പൗസ് എന്ന് പറയുന്നതും ഇതുപോലെ കാമായിട്ടുള്ള നേച്ചറുള്ള ആളായിരിക്കും. അപ്പോൾ ബയോകെമിസ്ട്രിയാണ് ദ റീസൺ വൈ യു ക്യാൻ ബി ഹാപ്പി എന്ന് പറയുന്നത്. അല്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് സന്തോഷം ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതേസമയം ബയോളജിസ്റ്റുകൾ റിയലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫെനറ്റിക്സ് അല്ല, ദേ ആർ നോട്ട് മാഡ്. സോ ദേ അഗ്രി ടു ദ ഫാക്ട് ദാറ്റ് സോഷ്യൽ ഫാക്ടേഴ്സ് ഡു എഫക്റ്റ്. ലൈക്ക് ഒരു റൂമിലെ ടെമ്പറേച്ചറിനെ AC സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിനെ പുറത്തുള്ള ഫാക്ടേഴ്സ് കുറച്ചൊക്കെ എഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ പോലെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സും അവരുടെ ഹാപ്പിനെസ്സിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, ഒരു പരിധി വരെ ശരിയാണ്. എന്നാലും ഇറ്റ്സ് ടു എ വെരി മിനിമൽ ഇമ്പോർട്ടൻസ് ആയിട്ട് മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് എന്ന് പറയുമ്പം ജസ്റ്റ് പാസ്റ്റ് അല്ല, നടക്കുന്ന എല്ലാ ഇൻസിഡൻസും തന്നെ ആണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മളുടെ എന്താ പറയുക വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെങ്കിൽ, ലോകത്ത് ഹാപ്പിനെസ്സിൽ വലിയ ചേഞ്ച് ഉണ്ടാക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടെങ്കിൽ, അല്ല എന്നുള്ളത് ഒരു പോയിൻറ്റിലൂടെ നമ്മളുടെ ഓതർ പ്രൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഹിസ്റ്റോറിക്കൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഡോണ്ട് എഫക്റ്റ് പീപ്പിൾ ബിയോണ്ട് എ പോയിൻ്റ് എന്നുള്ളത്. അത് ഒരു പേഴ്സണൽ എക്സാമ്പിളിലൂടെയും ഒരു ലാർജ് സ്കെയിൽ എക്സാമ്പിളിലൂടെയാണ് പറയുന്നത്. പേഴ്സണൽ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു മിഡീവൽ പെസൻറ്റിൻ്റെ ലൈഫും ഒരു മോഡേൺ പെരീസിയൻ ബാങ്കറിൻ്റെ ലൈഫുമാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. മിഡീവൽ പെസൻറ്റ് എന്ന് പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒട്ടും പൈസ ഇല്ലാത്ത സാധാരണ രീതിയിൽ ജീവിച്ചിരുന്ന വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരുന്ന ഒരാളും മോഡേൺ പെരീസിയൻ ബാങ്കർ എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് പാരീസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലേസസ് ഇൻ ദ വേൾഡ്. അപ്പം അവിടെ ഈ കാലഘട്ടത്തിൽ എല്ലാ ഗാഡ്ജറ്റ്സുമായിട്ട് ഹൈലി റിച്ച് ആയിട്ടുള്ള ഒരാൾ ഇവരുടെ ലൈഫ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് കമ്പയർ ചെയ്യാൻ എടുക്കുന്നത് ഒരു സ്കെയിൽ ടെക്നിക്കാണ്. ഇമാജിൻ എ സ്കെയിൽ 1 to 10 വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കെയിലിൽ 1 എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ഹാപ്പിനെസ്സും 10 എന്ന് പറയുന്ന മാക്സിമം ഹാപ്പിനെസ്സുമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വി എൻജോയ് മാക്സിമം എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ഇൻ വാട്ട് എവർ സ്റ്റേറ്റ് വി ആർ ഇൻ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവരുടെ 2 പേരുടെ ഡ്രീം എന്ന് പറയുന്നതും വാസ് ടു മേക്ക് എ ഹോം. ആദ്യത്തെ ആൾ ഒരു കുഞ്ഞു വീടുണ്ടാക്കുന്നു മഡ് കൊണ്ട്, വിച്ച് വാസ് നിയർ ടു എ പിഗ് സ്റ്റൈ. ബട്ട് ഹീ എൻജോയ്സ് മച്ച് എമൗണ്ട് ഓഫ് ഹാപ്പിനെസ്. ലെവൽ 10 വരെയുള്ള ഹാപ്പിനെസ് അയാൾ അനുഭവിക്കുന്നുണ്ട്. കാരണം ബിക്കോസ് ഹിസ് ഡ്രീം കെയിം ട്രൂ. അതേസമയം പെരീസിയൻ ബാങ്കറും ഒരു വീട് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഇൻ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സ്ട്രീറ്റ്സ് ഓഫ് പാരീസ്. ഒരു പെൻറ്റഗൺ ഹൗസാണ്. അവിടെ എല്ലാ ഗാഡ്ജറ്റ്സും ഉണ്ട്. ഹെവിലി റിച്ച് ആൻഡ് ലക്ഷൂറിയസ് ഹോമാണ്. പക്ഷേ അയാളും അവിടെ കയറി കൂടുമ്പോൾ ലാസ്റ്റ് EMI കഴിഞ്ഞിട്ട് അയാൾ അവിടെ സെറ്റിൽ ചെയ്യുമ്പം ഹിസ് എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ഈസ് ഓൾസോ 10. അതാണ്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മെറ്റീരിയൽ തിങ്സ്. രണ്ടുപേരും അനുഭവിക്കുന്ന സന്തോഷം 2 കാലഘട്ടത്തിലാണെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിലും അവരുടെ ഇൻറ്റേർണൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന രണ്ടും മാക്സിമം സ്കെയിൽ 10 പറ്റുള്ളൂ. അല്ലാണ്ട് ഇത്തിരി ലക്ഷറി കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി കെ നോട്ട് എൻജോയ് എ ഹാപ്പിനെസ് ലെവൽ ഓഫ് 11. അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ also one thing we have to remember in relation to the scale 1 to 10 is that നമ്മളുടെയൊക്കെ എയർ കണ്ടീഷനിങ് സിസ്റ്റം പോലെ നമ്മളുടെയൊക്കെ മൂഡ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് വെൽബീയിങ് ഒരു പ്രത്യേക കാറ്റഗറിയിലാണെന്ന് പറഞ്ഞതുകൊണ്ട് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനോണ്ട് എത്ര ഹാപ്പിനെസ് കിട്ടിക്കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് മാക്സിമം ഒരു 7 റേഞ്ചിലൊക്കെ ഹാപ്പിനെസ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് ഒരു 10 വരെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കുക. അവിടെ പെട്ടെന്ന് നന്നായി എൻജോയ് ചെയ്യുന്ന, അതിൻ്റെ മാക്സിമം എൻജോയ് ചെയ്യുന്ന ആളുകളുണ്ടാവും. ചില ആൾക്കാർ സൈലൻ്റ് ആയിരിക്കും. അത് ഇൻട്രോവേർട്ടിസം മാത്രമല്ല അതിൻ്റെ റീസൺ. അതുപോലെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്യുന്ന, മഴയത്ത് ഇറങ്ങി കളിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാകും. ചില ആൾക്കാർ അതിന് വരില്ല. ദേ ആർ കാം ഇൻ, എന്താ പറയുക, എക്സിലറേറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ഓഫ് ട്രാൻസ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. കാരണം അവരുടെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 ഹാപ്പിനെസ്സിൽ അവർക്ക് പറ്റുള്ളൂ. ചില ആൾക്കാർക്ക് 10 വരെ പറ്റും. അത് തന്നെയാണ് സങ്കടത്തിൻ്റെ നേരെയും. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, ചില ആൾക്കാർ റിലേറ്റീവ്ലി പേഷ്യൻ്റ് ആയിരിക്കും. ഈ 1 to 10 സ്കെയിലിൻ്റെ ആളുകളുടെ നേച്ചർ അനുസരിച്ചുള്ള മാറ്റം പോലെയാണ്. ഓരോ ആളുകളും ഡിഫറെൻ്റ് ആണ്. സോ അക്കോർഡിംഗ് ടു ദ ഓതർ നമ്മൾ എന്താ പറയുക, ഒരു കാര്യം കൂടെ, ഒരു റെവല്യൂഷൻ്റെ എക്സാമ്പിളും കൂടെ പറയുന്നുണ്ട്. ഫ്രഞ്ച് റെവല്യൂഷൻ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ റെവല്യൂഷൻസിൽ ഒന്നാണ്. ആൻഡ് ഓൾസോ ലോട്ട് ഓഫ് പീപ്പിൾ പാസ്ഡ് അവേ, ലോട്ട് ഓഫ് എമൗണ്ട് ഓഫ് മണി വാസ് സ്പെൻഡ് ആൻഡ് ഓൾസോ എ ലോട്ട് ഓഫ് ഇഷ്യൂസ് കെയിം അപ്പ്. ബ്ലഡ് ഷെഡ് ഉണ്ടായിരുന്നു. ആൻഡ് വൺ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് റീപ്ലേസ്ഡ് അനദർ. ഇതൊക്കെ ഉണ്ടായിട്ടും, ഇത്രയും അധികം പൈസയും നഷ്ടങ്ങളും ഉണ്ടായിട്ടും, ഡിഡ് ദാറ്റ് ക്രിയേറ്റ് ഹാപ്പിനെസ് ഇൻ പീപ്പിൾസ് മൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കനോട്ട് സേ ഇറ്റ് ക്രിയേറ്റഡ് ഹാപ്പിനെസ് ഇൻ പീപ്പിൾസ് മൈൻഡ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ, സാധാരണ ആളുകൾ എന്നും the normal people, common people, normal not, it's common people generally had the same kind of life during the rule of any ruler or government shift കൊണ്ടൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. they remain the same. if they were sad they were sad, if they happy, if they were happy they were happy. അപ്പം what does our author say? He says that the work has to be done on biochemistry. നമ്മൾ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തേണ്ട, പൈസ സ്പെൻഡ് ചെയ്യേണ്ട ഫീൽഡ് എന്ന് പറയുന്നത് ബയോകെമിസ്ട്രിയാണ്. ആൻഡ് വി ഹാവ് ടു ഡെവലപ്പ് മെഡിസിൻസ് ലൈക്ക് പ്രൊസാക്, ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പം ദാറ്റ് ക്യാൻ ബീറ്റ് ഡിപ്രഷൻ. ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ദെൻ വിൽ ഹാവ് എ ബെറ്റർ പ്ലേസ്. വേൾഡ് ഒരു ബെറ്റർ പ്ലേസ് ആയിട്ട് മാറും ഇഫ് പീപ്പിൾ ആർ സൈക്കോളജിക്കലി ഫിറ്റ്. ദാറ്റ് വിൽ ലീഡ് ടു എ ലോട്ട് ഓഫ് ഡിഫറൻസ്.
അപ്പം അത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ബുക്കിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ആൽഡസ് ഹക്സ്ലിയുടെ ഡെസ്റ്റോപ്പിയൻ നോവലായിട്ടുള്ള ബ്രേവ് ന്യൂ വേൾഡിൽ ഇങ്ങനെ ഒരു സിന്തറ്റിക് സോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, ഇവിടെ സ്ലൈഡിലില്ല, യു ഹാവ് ടു റിമെമ്പർ, സോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിന്തറ്റിക് ഡ്രഗിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്, വിച്ച് ഹാഡ് ദി എഫക്റ്റ് ഓഫ് റിഡ്യൂസിങ് ഡിപ്രഷൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറയുന്നു. ഇൻ ദ നെക്സ്റ്റ് സെഷൻ ഓഫ് ദി ചാപ്റ്റർ ഓതർ ഡീൽസ് വിത്ത് മീനിങ് ഓഫ് ലൈഫ്. അത് പറയുന്നത് ഡാനിയൽ കാൻമൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആയിട്ടുള്ള നൊബേൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഒരു സ്കോളർ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഡാനിയൽ കാൻമൻ സേസ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് ഇൻ ടു യുവർ എവറി ഡേ ലൈഫ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഹാപ്പിനെസ്. ഫോർ എക്സാമ്പിൾ റേസിങ് എ ചൈൽഡ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യരെ സന്തുഷ്ടരാക്കുന്ന ഒരു സംഗതിയാണ് റേസിങ് എ ചൈൽഡ് എന്ന് പറയുന്നത്. ക്യൂട്ട് ഫോട്ടോസ് വി സീ, ദ വീഡിയോസ് വി സീ, ദ സ്മൈൽ, ദ വേ ദേ ഗ്രോ, ഒക്കെ എന്താണ് ആൾക്കാരെ ഒരുപാട് എക്സൈറ്റഡ് ആക്കുന്ന ഒരു സംഗതിയാണ്. ദാറ്റ് ബ്രിങ്സ് ദ സോഫ്റ്റർ സൈഡ് ഓഫ് പീപ്പിൾ ഔട്ട് സൈഡ്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒരു ഡേ ടു ഡേ ബേസിൽ കുട്ടിയെ നോക്കുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറൻസ്. യു ഹാവ് ടു ചേഞ്ച് ദം, യു ഹാവ് ടു ക്ലീൻ ദം, യു ഹാവ് ടു ഫീഡ് ദം, യു ഹാവ് ടു ഹാൻഡിൽ ദെയർ ടാൻഡ്രംസ്, ദെയർ സിക്നെസ്. ചില രാത്രികളൊക്കെ നമ്മൾ ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ ഒരു ക്ലോസ് ഷോട്ടിലേക്ക് നോക്കുമ്പം നമ്മൾക്ക് പുറത്തുനിന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്ര ഹാപ്പി ആയി കൊള്ളണമെന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇഫ് വി ലുക്ക് അറ്റ് ദിസ് ഇൻ വിത്ത് എ ഡിഫറെൻറ്റ് മീനിങ്, ഈ കുട്ടികളെ വളർത്തുക എന്നുള്ളതിന് എന്താ പറയുക, വേറൊരു രീതിയിൽ കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഹാപ്പിനെസ് ജനറേറ്റിംഗ് പ്രോസസ്സ്. കാരണം അത് നർച്ചറിങ് ലൈഫ്, ഒരു ജീവനെ വളർത്തിക്കൊണ്ട് വരികയാണ്, ഇറ്റ്സ് മീനിങ് ഫുൾ എന്നുള്ളൊരു സെൻസിൽ നമ്മൾ അതിനെ കാണുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ. അല്ലാണ്ട് പിക്ക് ചെയ്തിട്ട് ഓരോന്നിലേക്ക് നമ്മൾ സൂം ചെയ്തിട്ട് എടുക്കുകയാണ്, ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. യു ഹാവ് ടു ലുക്ക് ഇൻ ടു എ വെരി ഡിഫറെൻറ്റ് വേ വേർ യു സീ ദ ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ആസ് നർച്ചറിങ് എ ലൈഫ്, യു ആർ ഗ്രൂമിങ് എ ലൈഫ് എന്നുള്ള രീതിയിൽ കാണുകയാണ്. അപ്പം ഹൗ വി ലുക്ക് അറ്റ് ലൈഫ്, ഹൗ വി അസോസിയേറ്റ് മീനിങ് വിത്ത് അവർ ലൈഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ എന്താ പറയുക മീനിങ് ഓഫ് ലൈഫും അതിനോട് ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ദോസ് പീപ്പിൾ ഹു കുഡ് അസോസിയേറ്റ് മീനിങ് ടു ലൈഫ് ഇൻ എ വെരി ഈസിയർ വേ ഫൗണ്ട് ലൈഫ് ഹാപ്പിയർ. ദാറ്റ് ഈസ് കുറച്ച് മുന്നേ ഉള്ള ആളുകൾ എന്താ പറയുക, അവരുടെ വിശ്വാസം റിലീജിയസ് ആയിട്ടുള്ളതാണെങ്കിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും ദേ ഹാഡ് ദാറ്റ് വെരി സ്ട്രോങ് നോട്ട് സോ സ്കെപ്റ്റിക്കൽ കൈൻഡ് ഓഫ് ബിലീഫ്. ഒട്ടും സംശയമില്ലാത്ത ഒരു കൈൻഡ് ഓഫ് ബിലീഫ് സിസ്റ്റം ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദേ കുഡ് ഫൈൻഡ് മീനിങ് ഇൻ ലൈഫ്. ആ മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫിന് എന്തിനു ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീവ് ദിസ് എന്ന് പറയാൻ പറ്റുന്ന, അതിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റുന്ന, അതിലേക്ക് മനസ്സ് വയ്ക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു ബ്ലൈൻഡ്ലി ബിലീവിങ് ഇൻ സംതിങ് ആൻഡ് അസോസിയേറ്റിംഗ് മീനിങ് ഓഫ് ലൈഫ് ടു ഇറ്റ്. ഇങ്ങനെയായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. ദേ വർ നോട്ട് സ്കെപ്റ്റിക്കൽ. പക്ഷേ സ്കെപ്റ്റിക്കൽ, സംശയം എന്ന് പറയുന്ന, എല്ലാ കാര്യത്തിനും റീസൺ വേണമെന്ന് പറയുന്ന ആസ്പെക്റ്റ് വിത്ത് ജനറേഷൻസ് വിത്ത് എന്താ പറയുക കാലം കഴിഞ്ഞപ്പോൾ ആളുകളിലേക്ക് വന്നിട്ടുള്ള, ഓരോ ജനറേഷൻ കഴിയുമ്പോൾ അത് കൂടി വരികയാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് ലൈഫിൻ്റെ മീനിങ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറും. അത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ഇപ്പോൾ ഇഫ് യു കെ നോട്ട് അസോസിയേറ്റ് എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതിന് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ലൈഫ് ഒരു എന്താ പറയുക ക്വസ്റ്റ്യനായിട്ട് മാറും ആൻഡ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിസ്റ്റർബിങ്. അതേസമയം ഞാൻ ഇന്ന കാരണത്തിനാണ് ജീവിക്കുന്നത് പറയാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലൈഫ് വിൽ ബി ഹാപ്പിയർ ഇൻ ദ മോസ്റ്റ് സിംപ്ലസ്റ്റ് വേ. ഇഫ് യു ആർ സ്ട്രോങ് ബിലീവർ, അതായത് റിലീജിയസ് ആയിട്ട് വളരെ ശക്തമായിട്ടുള്ള വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ ലൈഫ് വിൽ ബി മോർ ഈസിയർ. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനേക്കാട്ടിലുപരിയായിട്ട് മീനിങ് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അതിന് സാധിക്കുക എന്ന് പറയുന്നതാണ് ഹാപ്പിനെസ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ. ഡൗട്ട്ഫുൾ ആണെങ്കിൽ, ഇഫ് യു ആർ ഗോയിങ് അഗെയിൻസ്റ്റ് ദ എക്സിസ്റ്റിംഗ് നോം, നമ്മൾ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈഫ് വിൽ ബി ഡിസ്റ്റർബിങ്. ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പോൾ നമ്മൾ ഇവിടെ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതികരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് സ്വിമ്മിങ് ദ റിവർ ഇൻ ദ റിവേഴ്സ് വേ. ഫ്ലോക്ക് അനുസരിച്ച് പോവുകയല്ല, എഗെയിൻസ്റ്റ് ദ ഫ്ലോ ആണ്, ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പോൾ അതുപോലെയാണ് if you are happy, if you are satisfied, if you are able to find meaning in everything you do, it's easier. അപ്പം ഒരു ഡിപ്രസിങ് ആയിട്ടുള്ള കൺക്ലൂഷനാണോ ചാപ്റ്ററിലുള്ളത്? സംശയങ്ങൾ ചോദിക്കുന്നത് ഹാപ്പിനെസ്സിനെ കളയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു നോ ഇറ്റ് റിഡ്യൂസസ് ഹാപ്പിനെസ്. അതിൻ്റെ അർത്ഥം സംശയങ്ങൾ ചോദിക്കേണ്ട, അല്ലെങ്കിൽ യു ഹാവ് ടു ഷുഡ് നോട്ട് ഗോ അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് ദ വേൾഡ്, തെറ്റുകൾ തിരുത്തണ്ട, അല്ലെങ്കിൽ ആശയങ്ങളിൽ തർക്കിക്കേണ്ട എന്നല്ല. യു ഷുഡ് ഡു ഓൾ ദീസ് തിങ്സ്, എന്നാലേ ചേഞ്ച് വരുള്ളൂ. ആൻഡ് to bring in good changes, or to bring in positive changes rather than good changes, positive changes, you have to
ഗോ അഗെയിൻസ്റ്റ് ദ ഫ്ലോ. അതങ്ങനെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഈസി. എന്താണോ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ പോവുക സൈലൻ്റായിട്ട് എന്ന് പറയാനാണ് ഈസിയറും ഹാപ്പിനെസ് അല്ലെങ്കിൽ സമാധാനം ജനറേറ്റ് ചെയ്യുന്നതും. സോ ഗോയിങ് അഗെയിൻസ്റ്റ് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ഗോയിങ് അഗെയിൻസ്റ്റ് ദി എക്സിസ്റ്റഡ് മീനിങ് ഇസ് ഡിഫിക്കൾട്ട് ബട്ട് ഡു ഇറ്റ് എന്നാണ് ഓദർ പറയുന്നത്. അപ്പം അങ്ങനെ യു ഷുഡ് ഫൈൻഡ് എ മീനിങ് ദാറ്റ് ഇസ് കൺവിൻസിങ് ടു യു, ദെൻ യു വിൽ ഫൈൻഡ് എന്താണ് ലൈഫ് ഹാപ്പിയർ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മേക്സ് സെൻസ്. താങ്ക് യു.